അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സൂറത്തുൽ യാസീൻ ഓതുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് നമുക്കൊരു കാര്യം ചിന്തിക്കാം. യാസീൻ വെറുതെ അവസാനിപ്പിക്കേണ്ട ഒരു സൂറത്താണോ? അല്ല. ഖുർആനിലെ ഓരോ സൂറത്തും നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ്. യാസീൻ ഓതുമ്പോൾ അതിലെ വാക്കുകൾ മാത്രമല്ല, അത് നൽകുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പ്രയോജനം നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ജീവിതത്തിൽ സൂറത്തുൽ യാസീൻ നമ്മെ പഠിപ്പിക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തെ നേട്ടം, അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തമാക്കുന്നു. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ആരെയും ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. എല്ലാവരും കൂടെയുണ്ടെന്ന് തോന്നിയാലും ചില വേദനകൾ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോഴാണ് ഒരു വിശ്വാസി ഓർക്കേണ്ടത്, എനിക്ക് എല്ലാം അറിയില്ലെങ്കിൽ എൻ്റെ റബ്ബിന് എല്ലാം അറിയാം. സൂറത്തുൽ യാസീൻ നമ്മെ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ റബ്ബിന് ഇതെല്ലാം അറിയാം എന്ന് പറയാൻ ഈ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ നേട്ടം, വിഷമഘട്ടത്തിൽ പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നം, ചിലപ്പോൾ കുടുംബ പ്രശ്നം, ചിലപ്പോൾ രോഗം, ചിലപ്പോൾ മക്കളെക്കുറിച്ചുള്ള വിഷമങ്ങൾ എല്ലാം ഒരുമിച്ച് വന്നാൽ നമ്മൾ തളർന്നു പോകും. ആ വിഷമഘട്ടങ്ങളിലൊക്കെ സൂറത്തുൽ യാസീൻ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. അള്ളാഹുവിന് കഴിയും, തീർച്ചയായും. സൂറത്തുൽ യാസീൻ ഓതുമ്പോൾ പ്രശ്നം മാത്രം നോക്കാതെ പ്രശ്നത്തെ റബ്ബിനെ നോക്കാൻ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ നേട്ടം, ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മളെ ഓർമ്മിപ്പിക്കുള്ളൂ. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? പണം സമ്പാദിക്കാൻ മാത്രമാണോ? വീടുണ്ടാക്കാൻ മാത്രമാണോ? മക്കളെ വളർത്താൻ മാത്രമാണോ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം അതല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടവരാണ്. സൂറത്തുൽ യാസീൻ നമ്മെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ജീവിതത്തിൽ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങേണ്ടതാണ് എന്ന് ഓർക്കാൻ കഴിയുന്നു. ആ ഓർമ്മ കാരണം നമ്മൾ പല തെറ്റുകളിൽ നിന്നും നമ്മെ തടയിടാൻ കഴിയും. നാലാമത്തെ നേട്ടം, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നമ്മളിൽ ആരും പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തരല്ല. ചെറിയ തെറ്റുകൾ, വലിയ തെറ്റുകൾ, നാവുകൊണ്ട് ചെയ്ത തെറ്റുകൾ, മറ്റുള്ളവരെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച കാര്യങ്ങൾ. പക്ഷേ ഒരു വിശ്വാസിയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. യാസീൻ നമ്മെ മരണത്തെയും പരലോകത്തെയും ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ഇന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അതുകൊണ്ട് നാളെ എന്ന് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തൗബ ചെയ്യാൻ യാസീൻ ഓതി ദുആ ചെയ്യാം. അഞ്ചാമത്തെ നേട്ടം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ശ്വാസം, ഇവയിൽ പലതിൻ്റെയും വില നമുക്ക് മനസ്സിലാകുന്നത് അത് നഷ്ടപ്പെട്ട ശേഷമാണ്. സൂറത്തുൽ യാസീൻ നമ്മെ ചുറ്റുമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, എനിക്കില്ലാത്തതിനെക്കുറിച്ച് മാത്രം വിഷമിക്കാതെ അള്ളാഹു എനിക്ക് നൽകിയതിനെക്കുറിച്ചും നന്ദി പറയണം എന്ന്. ഈ ചിന്ത നമ്മുടെ മനസ്സിനെ തന്നെ മാറ്റും. ആറാമത്തെ നേട്ടം, പരലോകത്തിനായി തയ്യാറെടുക്കുന്നു. ഈ ലോകം എത്ര മനോഹരമായതും ഇത് സ്ഥിരമല്ല, താമസ സ്ഥലമല്ല. ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകും, പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ നമ്മളോടൊപ്പം വരുന്നത് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ വീടല്ല, നമ്മുടെ പ്രശസ്തിയുമല്ല, നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ്. അതുകൊണ്ട് യാസീൻ നമ്മെ വലിയ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പരലോകത്തിനായി എന്താണ് ഒരുക്കുന്നത്? ഈ ചോദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. ഞാൻ എൻ്റെ പരലോകത്തിനായി എന്താണ് ഒരുക്കിയത്? ഈ ഒരു ചോദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരും. നമസ്കാരം കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ, നന്മകൾ വർദ്ധിപ്പിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. ഏഴാമത്തെ നേട്ടം, ഖുർആനുമായി ബന്ധം ശക്തമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. യാസീൻ മാത്രം ഓതിയിട്ട് കാര്യമില്ല. ഖുർആനിലെ മറ്റു സൂറത്തുകളും മറക്കരുത്. ഖുർആൻ മുഴുവൻ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശനമാണ്. അതുകൊണ്ട് യാസീൻ ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാൻ, ഒരായത്ത് വായിച്ചാൽ ഇത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ എന്ന് ചിന്തിക്കുക. അപ്പോൾ ഖുർആൻ നമ്മുടെ നാവിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും പ്രതിഫലിക്കും. ഖുർആൻ ഓതുന്നത് അള്ളാഹുവിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനും ശരിയായ ജീവിതം നയിക്കാനും പരലോകത്തിനായി തയ്യാറെടുക്കുവാനും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യാസീൻ ഓതുമ്പോൾ വേഗത്തിൽ ഓതി തീർക്കാതെ
അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അർത്ഥം എല്ലാവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. എന്നാലും നമ്മൾ ഓതുന്നത് സാവധാനം ഓതിയതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയാം, യാ അല്ലാഹ്, ഈ ഖുർആൻ എൻ്റെ ജീവിതത്തെ മാറ്റാനുള്ള കാരണമാക്കണമേ. ഖുർആനുമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കണമേ. ഖുർആൻ ഓതാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. ഞങ്ങളുടെ വിഷമങ്ങൾ എളുപ്പമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്താക്കി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ മക്കളെ സന്മാർഗത്തിൽ വളർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. ബുദ്ധിമുട്ടുള്ളവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ശക്തമാക്കണമേ. യാസീൻ ഉൾപ്പെടെയുള്ള ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്ത് നന്മ നൽകണമേ, പരലോകത്ത് നന്മ നൽകണമേ. നിൻ്റെ തൃപ്തി ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ യാ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ആരും ഉപേക്ഷിച്ച് വിചാരിക്കരുത്, ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ആണ് മുമ്പോട്ട് പോകുന്നത്.